ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്നാക്സ് ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് വേണേലും എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ഒരു 4-5 കൊച്ചുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും, 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ ഉപ്പുമാവും പുട്ടും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മിക്കവാറും കുറച്ചധികം വരുമല്ലോ. അങ്ങനെ അധികം വരുന്ന ഉപ്പുമാവ് എടുത്തിട്ട് വൈകിട്ടൊരു സ്നാക്സ് ഐറ്റം ഉണ്ടാക്കുവാണ്. അതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ആരും ഇനി അത് വെറുതെ കളയരുത്. അപ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല, പിറ്റേന്നായാലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരണം. അപ്പോൾ അതിലേക്ക് നമ്മൾ 1 കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തതും ഒരു മീഡിയം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴും വലിയവർക്കും നമുക്ക് ചായയുടെ കൂടെ കട്ടൻ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഒരു മെയിൻ ഐറ്റം ചേർക്കുന്നുണ്ട്. മുരിങ്ങയില 1 കപ്പ് ചേർക്കുന്നുണ്ട്. അത് ചെറിയ കഴുകി അതിൻ്റെ വലിയ തണ്ടൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ തണ്ട് കിടന്നാലും കുഴപ്പമില്ല. അതുകൂടെ ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. ഇനി എരിവ് കുറച്ചുകൂടെ വേണമെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ 2 പച്ചമുളക് എരിവുള്ള ചേർത്തിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവിനകത്ത് പച്ചമുളക്, ഇഞ്ചി, ക്യാരറ്റും ഒക്കെ നമ്മൾ ചേർത്തതാണ്. കുറച്ച് ഉപ്പൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിന് നമുക്ക് രാവിലത്തെ ഇരുന്ന് ഉപ്പുമാവ് ചേർത്ത് കൊടുക്കാം. വൈകിട്ട് എന്താ ചായക്ക് ഉണ്ടാക്കുമെന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് കുറച്ച് ഉപ്പുമാവ് ഉണ്ടല്ലോ, അതെടുത്ത് ഇങ്ങനെ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച്. നേരത്തെ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നിങ്ങനെ അങ്ങ് ഉണ്ടാക്കാം, വെറുതെ ഉപ്പുമാവ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഇതിലേക്ക് നമുക്കിതൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ബ്രെഡ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതല്ലെങ്കിൽ 2 പൊട്ടറ്റോ പുഴുങ്ങി ചേർത്താലും മതി. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ബാറ്റർ വേണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. മൈദ ആയാലും കുഴപ്പമില്ല. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തതിൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കാം. 1 മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അയമോദകം അതുണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ പൊരിച്ചെടുക്കുന്ന സാധനത്തിൻ്റെയൊക്കെ നല്ല ടേസ്റ്റുമാണ്. എന്നാൽ ഗ്യാസിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അയമോദകം എന്ന് പറയുമ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കുന്നൊരു എല്ലാവർക്കും അറിയാവുന്നൊരു സാധനമായിരിക്കും. നമ്മുടെ ജീരകം പോലെ ചെറുതാണ്. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കട്ടി ആയതുകൊണ്ട് ബാക്കി നമ്മൾ വെച്ചിരുന്ന ആ പാലും കൂടെ ചേർത്ത് ഒരു കുറച്ചുകൂടെ ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഉപ്പുമാവിൻ്റെ കൂട്ടുണ്ടല്ലോ, അതൊന്ന് തണുത്തിട്ടുണ്ട്, ചെറിയ ചൂടുണ്ട്. അപ്പോൾ ആ ചെറിയ ചൂടോടുകൂടി നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും, ഇനി റൗണ്ട് ഷേപ്പിലോ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുത്തേക്കുന്നത്. അപ്പം നമുക്കൊരു 20 എണ്ണം കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഉപ്പുമാവേ ഉള്ളെങ്കിൽ നമ്മൾ കുറേ വെജിറ്റബിളൊക്കെ ചേർത്തല്ലോ. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാനുള്ള. നമ്മുടെ ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിന് റെഡിയാക്കി വെച്ചേക്കുന്ന ഉപ്പുമാവിൻ്റെ കൂട്ടെടുത്തിട്ട് നമ്മുടെ മാവിനകത്തൊന്ന് മുക്കി, ഒരുപാടിട്ട് ഇളക്കരുത് കേട്ടോ. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കൈ വെച്ചിട്ടാലും മുക്കിയെടുക്കാം. ഓരോന്നിങ്ങനെ ഇട്ട് കൊടുക്കാം.
അപ്പോൾ വലിയ പാനാണെങ്കിൽ ഫ്രൈ പാനാണെങ്കിൽ 10 എണ്ണമൊക്കെ വെച്ചിട്ട് 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു അപ്പച്ചട്ടിയാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടൊരു 6-7 എണ്ണമൊക്കെ ഇടാൻ പറ്റും. മീഡിയം സൈസാണ് നമ്മുടെ അളവ്, വലുതല്ല, തീരെ ചെറുതുമല്ലാത്തൊരു അളവിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഓൾറെഡി കുക്കാണല്ലോ, പിന്നെ വെജിറ്റബിളും ഉപ്പുമാവും എല്ലാം. പിന്നെ ഒന്ന് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവരും ഇനി ഉപ്പുമാവും പുട്ടുമൊക്കെ അധികം വന്നാൽ ഇങ്ങനെ തന്നെ ചെയ്ത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കൊടുക്കണം. പിന്നെ അഥവാ ഉപ്പുമാവും പുട്ടുമൊന്നും ഇല്ലെങ്കിൽ തന്നെയായാലും കുറച്ച് നമുക്ക് പുട്ട് ആവി കയറ്റി റവ വെച്ചിട്ടായാലും അല്ലെങ്കിൽ നമ്മുടെ അരിപ്പൊടി ഗോതമ്പ് എന്തായാലും മതി, അതിങ്ങനെ ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റാണ്. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ആദ്യം നമ്മളിട്ടത് ഫ്രൈ ആയിട്ടുണ്ട്, ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കട്ടൻ ചായയും കൂടെ ആക്കാം. അപ്പോൾ ഒരു ടീ ബാഗ് ഇട്ട് അതിനകത്ത് കുറച്ച് തിളച്ച വെള്ളവും പഞ്ചസാരയും കൂടി ഇട്ടപ്പോൾ ഒരു അടിപൊളി കട്ടൻ ചായ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ആരും ഇനി അത് ഉപ്പുമാവും പുട്ടും ഒന്നും എടുത്ത് കളയരുത്. അഥവാ അന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല, വേണ്ടെങ്കിൽ 2 ദിവസമൊക്കെ ആയാലും ഫ്രിഡ്ജിലിരുന്നോളൂ, ഉപ്പുമാവും പുട്ടും ഒക്കെ ചീത്തയാകത്തില്ല. അപ്പോൾ ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ തക്കാളി, സവാള, മുളക് പൊടി ഒക്കെ ചേർത്ത് ഉപ്പ് വിനാഗിരിയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിയാണ്. ടൊമാറ്റോ കച്ചപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ചൂടോടുകൂടി ഇങ്ങനെ കഴിക്കാൻ പറ്റിയ ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയായ ഒരു ഐറ്റമാണ്. ഇതിനകത്ത് അത്യാവശ്യം വെജിറ്റബിൾസും മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ അല്ലാതെ നമ്മളിപ്പോൾ വൈകിട്ട് രാവിലത്തെ ഉപ്പുമാവ് പുട്ടോ ഇരിക്കുന്നു എങ്കിൽ വൈകിട്ട് കൊടുത്താൽ അവരാരും കഴിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഐറ്റമാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ഉപ്പുമാവ് ഉണ്ടെങ്കിൽ, കുറച്ച് പുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. കോളിഫ്ലവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ ഞാനിപ്പോൾ ചേർത്താൻ അല്ലാതെ വെജിറ്റബിൾ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.